അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഉറുദു 8ാം പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഷെയ്ഖ് സഅദി കാ ഖ്വാബ്. ആദ്യം ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വായിക്കുക. ഷെയ്ഖ് സഅദി കാ ഖ്വാബ്. ईरान के शहर शिराज में एक लड़का रहता था. उसका नाम मुस्लिहुद्दीन था. अभी वो छोटा ही था कि उसके वालिद का इंतकाल हो गया. अब माम ही उसका सहारा थी. ईद गया आई जैसे माम के इम्तिहान का वक्त आ गया. मुस्लिहुद्दीन के लिए माम ने नए कपड़े और नए टोपी का किसी ने किसी तरह इंतज़ाम कर दिया, मगर नई जुदा खरीदना उसके बस की बात न थी. माम ने अपनी बेटे से कहा, काश मैं तेरा ये अरमान पूरे कर सकते. ये कहते हुई उसकी आंखों में आंसू आ गए. उम्मी, आप रो रही है? मुस्लिहुद्दीन ने माम को रोता देखकर कहा, जाने दीजिए, मुझ जुदे नहीं चाहिए. मुस्लिहुद्दीन को अपनी औलती का एहसास हुआ कि उसकी जिद ने माम को इतना दुख पहुंचाया. ഇന്ന് ഇത്രയുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് പലതവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഉറുദു വായന പഠിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് നീങ്ങാം. ഷെയ്ഖ് സഅദി കാ ഖ്വാബ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഖവാബ് എന്ന് വായിക്കരുത്. വാവ് കാണുമ്പോൾ സാധാരണ ചിലർ ഖവാബ് എന്ന് വായിക്കും. ഇവിടെ ഖാബ് എന്നാണ് വായിക്കേണ്ടത്. വാവ് സൈലൻ്റ് ആണ്. ഖാബ് എന്നതിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. അപ്പോൾ ഷെയ്ഖ് സഅദി കാ ഖ്വാബ്, ഷെയ്ഖ് സഅദിൻ്റെ സ്വപ്നം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഖ്വാബ് എന്നാണ് വായിക്കേണ്ടത്. ഷെയ്ഖ് സഅദിൻ്റെ സ്വപ്നം. ഇൻഷാ അല്ലാഹ് പാഠഭാഗത്തിലേക്ക് പോകാം. ईरान के शहर ഷിറാസ് में एक लड़का रहता था. ഇറാനിലെ ഷിറാസ് പട്ടണത്തിൽ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. ഉസ്ക നാം മുസ്ലിഹുദ്ദീൻ ത. അവൻ്റെ പേര് മുസ്ലിഹുദ്ദീൻ എന്നായിരുന്നു. അബി വോ ചോട്ടാ ഹി താ കെ ഉസ്കെ വാലിദ് കാ ഇന്തിഖാൽ ഹോ ഗയ. അവൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവൻ്റെ പിതാവ് മരിച്ചുപോയി. ഇന്തിഖാൽ ഹോന എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. ഇന്തിഖാൽ ഹോന, മർജാന എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു പോവുക. അബ് മാം ഹി ഉസ്ക സഹാറ തി. ഇപ്പോൾ ഉമ്മയാണ് അവൻ്റെ ആശ്രയം. സഹാറ എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നാണ് അർത്ഥം. സഹാറ നമ്മൾ സാധാരണ സഹായം എന്നെല്ലാം പറയാറുണ്ട്. ഇവിടെ സഹാറ എന്നതിനർത്ഥം ആശ്രയം എന്നാണ്. അബ് ഇപ്പോൾ മാം ഹി ഉസ്ക സഹാറ തി. ഇപ്പോൾ ഉമ്മയാണ് അവൻ്റെ ആശ്രയം. ഈദ് ഗയ ആയി ജൈസെ മാം കെ ഇംതിഹാൻ കാ വക്ത് ആ ഗയ. പെരുന്നാളായാൽ പിന്നെ ഉമ്മയുടെ പ്രയാസത്തിൻ്റെ സമയമായി. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പ്രയാസം. പെരുന്നാളായ പിന്നെ ഉമ്മയുടെ പ്രയാസത്തിൻ്റെ സമയം വന്നെത്തി. मुस्लिहुद्दीन के लिए माम ने नए कपड़े और नए टोपी का किसी ने किसी तरह इंतज़ाम कर दिया. മുസ്ലിഹുദ്ദീൻ के लिए, മുസ്ലിഹുദ്ദീന് വേണ്ടി മാംനെ ഉമ്മ നയെ കപ്പട്ടെ പുതിയ വസ്ത്രം, और നയെ ടോപ്പി പുതിയ തൊപ്പി, ഔ നയെ ടോപ്പി ക കിസിനെ കിസി തുറ ഏതൊക്കെ രൂപത്തിൽ ഇന്തിസാം കർദിയ സംഘടിപ്പിച്ചു. അതായത് മുസ്ലിഹുദ്ദീന് വേണ്ടി ഉമ്മ വളരെ കഷ്ടപ്പെട്ട് വസ്ത്രവും തൊപ്പിയും സംഘടിപ്പിച്ചു എന്നർത്ഥം. കിസീനെ കിസി തുറ ഏതെല്ലാം രൂപത്തിൽ, ഏതൊക്കെയോ രൂപത്തിൽ. കിസീനെ കിസി തുറ നമ്മൾ പറയില്ലേ, എങ്ങനെയൊക്കെയോ എന്ന് പറയില്ലേ. മഗർ നയ ജുദാ ഖരീദിന ഉസ്കെ ബസ് കി ബാത് നേത്തി. മഗർ പക്ഷേ, നയ ജുദ എന്ന് പറഞ്ഞ ഷൂ എന്നാണ് അർത്ഥം. നയ ജുദാ ഖരീദിന പുതിയ ഷൂ വാങ്ങുക എന്നുള്ളത് ഉസ്കി ബസ് കി ബാത് നേത്തി അവർക്ക് കഴിയുന്ന കാര്യമായിരുന്നില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് കഴിയുന്ന കാര്യമായിരുന്നില്ല എന്നർത്ഥം. ബസ് കി ബാത്ത് എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യം. അപ്പോൾ ബസ് കി ബാത്ത് നേത്തി, ആ ഉമ്മക്ക് ഒരു ഷൂ വാങ്ങുക എന്നുള്ളത് കഴിയുന്ന കാര്യമായിരുന്നില്ല. ഈ ബസ് കി ബാത്ത് എന്നുള്ളത് നമുക്കും എന്ത് ചെയ്യാം, പ്രയോഗിക്കാം.
ബസ് കി ബാത് നഹീം. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഏ ബസ് കി ബാത് നഹീം ബായ്, ഏ ബസ് കി ബാത് നഹീം. ഇത് കഴിയുന്ന കാര്യമല്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബസ് കി ബാത്തും പഠിച്ചു വെക്കുക. അതുപോലെ കിസീനെ കിസി തൊറഹ് 2 പ്രയോഗങ്ങളും പഠിച്ചു വെക്കുക. മാം നെ അപ്നി ബേട്ടെ സെ കഹ. ഉമ്മ തൻ്റെ കുട്ടിയോട് പറഞ്ഞു കാഷ് മേം തെര യെ അർമാൻ പുരേ കർ സക്തേ. കാഷ് എന്ന് പറഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്നാണ് അർത്ഥം. അത് അപ്പോൾ കൂട്ടി ചേർത്ത് അതിന് അർത്ഥം വെക്കണം. ഞാൻ പറഞ്ഞു തരാം. കാഷ് മേം തെര യെ അർമാൻ പൂരാ കർ സക്തേ. എനിക്ക് നിൻ്റെ ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ. കാഷ് എന്ന ആയിരുന്നെങ്കിൽ. അപ്പോൾ മേം തെര യെ അർമാൻ പൂരാ കർ സക്തേ, എനിക്ക് നിൻ്റെ ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ. കണ്ടോ, അർമാൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. യെ കഹ്തേ ഹുയി ഉസ്കി ആങ്കോ മേം ആൻസു ആംഗിയെ. ഇത് പറഞ്ഞപ്പോൾ ഉസ്കി ആങ്കോം സെ, ഉസ്കി ആങ്കോ മേം, ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ആൻസു ആകെ കണ്ണുനീര് വന്നു. ആൻസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. ഇത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഉമ്മി ആപ് റോ റഹി ഹേ. അപ്പോൾ നമ്മളെ ആ മകൻ പറയാണ് ഉമ്മി ആപ് റോ റഹി ഹേ. ഉമ്മ നിങ്ങൾ കരയാണോ? മുസ്ലിയുദ്ദീൻ നെ മാംകോ റോത്ത ദേക്കർ കഹ. മുസ്ലിയുദ്ദീൻ ഉമ്മയുടെ കരച്ചിൽ കണ്ട് പറഞ്ഞു ജാനെ ദീജിയെ, വിടൂ. ആ കാര്യം വിടൂ എന്ന് പറയില്ലേ, അതിനാണ് ജാനെ ദീജിയെ, അത് വിടി എന്ന് പറയില്ലേ. ജാനെ ദേന എന്നാണ് ഇത് വാക്ക്. ജാനെ ദേന വിടുക എന്നാണ് അർത്ഥം. അപ്പോൾ ജാനെ ദീജിയെ, ആ കാര്യം വിടൂ ഉമ്മ, ആ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുട്ടികളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് പറയാം, 2 ഫ്രണ്ട്സുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ജാനെ ദീജിയെ, ആ കാര്യം വിടൂ എന്ന അർത്ഥത്തിൽ. മുജെ ജുദേ നെഹി ചാഹിയെ, എനിക്ക് ഷൂ വേണ്ട. എനിക്ക് ജുദേ ഷൂ നെഹി ചാഹിയെ, ആവശ്യമില്ല. അവനെ ഉമ്മയോട് ആശ്വസിപ്പിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഉമ്മയോട് പറയാണ് മുജെ ജുദേ നെഹി ചാഹിയെ, എനിക്ക് ഷൂ ഒന്നും വേണ്ട. മുസ്ലിയുദ്ദീൻ കോ അപ്നി ഒലത്തി കാ എഹ്സാസ് ഹുവ. മുസ്ലിയുദ്ദീന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഒലത്തി എന്ന് പറഞ്ഞ തെറ്റ്, എഹ്സാസ് ഹുവ പറഞ്ഞാൽ ബോധ്യമാവുക. അപ്പോൾ മുസ്ലിയുദ്ദീന് തൻ്റെ തെറ്റ് ബോധ്യമായി. കെ ഉസ്കി ജിദ് നെ മാംകോ ഇത്തിനെ ദുഃഖ് പഹുഞ്ചായ. ജിദ് എന്ന് പറഞ്ഞാൽ എന്ത്? അവൻ്റെ നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അവൻ്റെ ശാഠ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഉസ്കി ജിദ്, അവൻ്റെ ഈ ശാഠ്യം അല്ലെങ്കിൽ അവൻ്റെ നിർബന്ധ ബുദ്ധി, മാംകോ ഉമ്മയെ ഇത്തിന ദുഃഖ്, ഇത്രയും ദുഃഖത്തിൽ പഹുഞ്ചായ എത്തിച്ചു. പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തുക, പഹുഞ്ചാന എന്ന് പറഞ്ഞാൽ എത്തിക്കുക. അപ്പോൾ ഉസ്കി ജിദ്, അവൻ്റെ ശാഠ്യം, ഉസ്കി ജിദ്നെ അവൻ്റെ ശാഠ്യം, മാംകോ ഉമ്മയെ ഇത്തിന ഇത്രയും ദുഃഖത്തിൽ പഹുഞ്ചായ എത്തിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയുമാണ് ക്ലാസ്. ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പലതവണ കേൾക്കുക, ഓരോ വാക്കർത്ഥങ്ങളും പഠിക്കുക, ഓരോ വാക്കർത്ഥങ്ങളും നമ്മുടെ സംസാരത്തിൽ പ്രയോഗിക്കുക, അതാണ് വേണ്ടത്. ഇതിലെ ഓരോ വാക്കുകൾ ജുംലയിൽ പ്രയോഗിച്ച് നോട്ടിൽ എഴുതുക. അതുപോലെ സംസാരത്തിൽ ഓരോ വാക്കുകളും പ്രയോഗങ്ങളും സംസാരത്തിൽ കൊണ്ടുവരിക. ഇതിലെ ഓരോ പദങ്ങളും നമ്മുടെ വാക്കുകളായി മാറ്റുക. അപ്പോഴേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. വെറുതെ കേവലം ഒന്ന് പഠിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. ഓരോ വാക്കുകളും നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളായി മാറണം. അപ്പോഴേ നമ്മുടെ സ്കില്ല്, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, ശരി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.